തീക്കാനലാടും ഈ നാട്, തീമിന്നലാട് ഈ മണ്ണേട്, ഈ നാടിൻ കാവലാണ് അങ്ങ് ദൂരമേ മറയത്ത് നിന്നു കേൾക്കും കാഹളങ്ങൾ, ഒന്നു തൊടാൻ നോക്കുമ്പോൾ ഓടിയെത്തും രക്ഷകരിതൻ, നേരത്തെ തോൽപ്പിക്കാൻ സമയത്തെ മുട്ടുകുത്താൻ നാടിന്റെ കാവലാണ് ഇവൻ. തീക്കാനലാടും ഈ നാട്, തീമിന്നൽ പെയ്യും ഈ മണ്ണേട്, ഈ നാടിന്റെ കാവലാണ് ഇവൻ. ഈ വഴി മരിച്ചവർക്കുള്ളതാണ്. നിനക്ക് ഈ വഴി പോകാൻ അനുവാദമില്ല. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചിട്ട് കുറച്ച് എനിക്ക് പോയാൽ പറ്റും. അല്ലെങ്കിൽ നീ ചത്ത് തൊലയുന്നവനല്ലേടാ. എന്തടാ? ആ എടീ, ഞാൻ വിളിക്കാം, ഒരു മിനിറ്റ്. എടാ വാ, എഴുന്നേറ്റേ. എടാ വാ, ഒന്ന് പോയി മുഖം കഴുകിയിട്ട് വാ, പോ. എടാ എന്താ നിന്റെ കുഴപ്പം, പറ. എനിക്കറിയാം, ഒരു വർഷമായിന്ന്. പക്ഷേ ഇതൊക്കെ മറക്കാൻ പറ്റണ്ടേ? അറിയാതെ പറ്റിപ്പോയൊരു തെറ്റ്, അത് വെച്ച് കളയാനുള്ളതാണോ നിന്റെ ജീവിതം? നീ എന്തീ കളിക്കുന്നേ? എടാ, ഒരിക്കൽ പറ്റിപ്പോയൊരു തെറ്റ് അത് തിരിച്ചു പോയി ശരിയാക്കാൻ പറ്റുമെന്നാണോ നിനക്ക് തോന്നുന്നേ? അത് പറ്റുമെങ്കിലോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? നിനക്ക് വല്ല ബോധമുണ്ടോ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എൻ്റെ പൊന്നു മോനെ, ഇവിടെ വല്ല വീരപ്പൻ അങ്ങനെ ഉണ്ടാവും. വീരപ്പനല്ലേ, വേറെ ആരെങ്കിലും ഇപ്പം ഉണ്ടാവും. നീ വേഗം നടന്നുണ്ട്. ഡേ, ഇതെവിടെയാ ഈ വന്നേക്കുന്നേ? എൻ്റെ പൊന്നു മോനെ, ഞാൻ സമയമാകുമ്പോൾ പറഞ്ഞോളാം, നീ എന്നെ ഫോളോ ചെയ്യോ? ആ ശരിയെന്നാ വാ. എടാ അവിടെ നിൽക്ക്, എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. എത്ര നേരമായി നടക്കുന്നു? എങ്ങോട്ടാണാവോ? സെനൂപാണോ? നീ എന്തിനിവിടെ വന്നെന്ന് എനിക്കറിയാം. വാ, നിനക്ക് ആവശ്യമുള്ളത് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിനു മുമ്പ് നീ അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയുണ്ട്. മലബാറിനെ ടിപ്പു സുൽത്താൻ ആക്രമിച്ചിരുന്ന കാലഘട്ടം. അന്ന് തെക്കേ മലബാറിൽ അയാൾക്ക് കീഴടക്കാൻ ഒരു ഗ്രാമം ബാക്കിയുണ്ടായിരുന്നു, കിഴക്കേ കോട്ട. കാരണമറിയാൻ ടിപ്പു തൻ്റെ ആൾക്കാരെ അന്ന് ആ ഗ്രാമത്തിലേക്ക് അയച്ചു. കാരണമറിഞ്ഞ ടിപ്പു ഞെട്ടി. അവിടുത്തെ രാജാവിൻ്റെ കൈവശം ഒരു വിശിഷ്ട കല്ല് ഉണ്ടായിരുന്നു. ഓരോ തവണ തൻ്റെ ഗ്രാമം ആക്രമിക്കപ്പെട്ടപ്പോഴും അയാൾ തൻ്റെ കല്ല് ഉപയോഗിച്ച് സമയത്തെ പിന്നോട്ട് നീക്കി ഗ്രാമത്തെ രക്ഷിച്ചുകൊണ്ടിരുന്നു. സുൽത്താൻ ആരാധനയോടെ ആ കല്ല് സാത്താൻ
ഈ സാത്താനെ വെച്ചിട്ടാണ് ഈ മദ്രാസ് അനൂപ് ഈ കണ്ട ടൈം മെഷീനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇയാൾക്കെൻ്റെ കഥ പിടിച്ചില്ലാന്ന് തോന്നുന്നു. സാറെങ്ങനെയാ മദ്രാസ് അനൂപായത്? ഞാൻ പഠിച്ചതൊക്കെ മദ്രാസിലാണ്. അപ്പോൾ ആൾക്കാരനെ മദ്രാസ് അനൂപനാക്കി. നീ എന്താ പുള്ളിനെ കയറി സംശയിക്കുക? എന്താണത്? സാർ കാര്യമൊക്കെയല്ലേ സാറേ? പ്ലീസ്, ഞാൻ എൻ്റെ കഥ പറയാം സാറേ. ഇതുകൊണ്ട് 1 വർഷം മുമ്പാണ് ഈ സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടാവുന്നത്. ഈ സാറ്റേണിനെ കാണാൻ എന്ത് ഭംഗിയാ. സീനുവിന് ഞാൻ എന്ന് വെച്ചാൽ ജീവനായിരുന്നു. പക്ഷെ ഞാനൊരിക്കലും അവളോട് ഓണസ്റ്റ് ആയിരുന്നില്ല. നീ കണ്ണ് കണ്ട പെമ്പിള്ളേര് നോക്കിയിടുന്നു, എന്നെ ശ്രദ്ധിക്കണ്ട. എൻ്റെ പൊന്നു സീനു, എനിക്ക് സ്കൈ വാച്ചും പരിപാടികളൊന്നും ഇഷ്ടമല്ല. നിനക്ക് അറിഞ്ഞൂടെ? നിനക്കിഷ്ടം ഈ പെമ്പിള്ളേര് വായി നോക്കുന്നല്ലേ? സീനു സോറി സീനു പ്ലീസ്. സോറി സീനു സോറി പ്ലീസ്. നീ പറ, ഞാൻ കേൾക്കാം. പറ നീ. ശരി, ഞാൻ പറയാം. ആ കാണുന്ന പ്ലാനറ്റാണ് സാറ്റൺ. പുള്ളീനെ റോമൻ മിത്തോളജിയിലെ സമയത്തിൻ്റെ ദൈവമായിട്ടാണ് കാണുന്നത്. എടാ, എനിക്ക് തലയെല്ലാം വേനിക്കുന്നുണ്ട്. ഈ 2 പാരസെറ്റമോൾ ഓടിച്ചുകൊണ്ടിരുമോ? നീ എന്താ ഞാൻ ഇത്രയും വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത്? എടാ, സീനൊപ്പം ഉണ്ടായിരുന്നു, അതുകൊണ്ട്. അവളെ ഒഴിവാക്കാനായില്ലേ നിനക്ക് ഇതുവരെ? പ്ലീസ് കുറച്ച് സമയം എന്താ പ്ലീസ്. അത് സീനുവാടാ, അവളിങ്ങനെ വിളിച്ചിതാക്കുന്നുണ്ട്. അത് കാര്യക്കണം, നീ പറ. എന്നിട്ട് അല്ല, നമ്മളെപ്പോഴും നേരിട്ട് കാണാൻ പോണേ? നമ്മൾ ഉടനെ തന്നെ കാണുന്നുണ്ട്. ശരിക്കും? അപ്പോഴാണ് എന്നെ ഞെട്ടിച്ച ആ വാർത്ത വരുന്നത്. ഡോക്ടർ RTA. റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ വണ്ടിയിടിച്ച അവളുടെ ജീവൻ രക്ഷിക്കാനായിരുന്നു അവൾ എന്നെ വിളിച്ച്. I ignored her. I killed her. എടി, മൂപ്പരാളാരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ നമ്മുടെ ബാച്ചത്തെ. അത്രയും വലിയ തെണ്ടിത്തരല്ല അവൻ ചെയ്തത്. ആരാ വരുന്നേ? അതാണ് തോമസ്, കുറുക്കൻ തോമസ്. കുറുക്കൻ തോമസോ? അതെന്താ? സമാധാനത്തിൽ ജീവിക്കുന്നവരെ തമ്മിലടിപ്പിച്ച് രക്തം കണ്ട് ആസ്വദിക്കുന്ന സൈക്കോപാത്ത്. നിങ്ങളെന്താ ഇവൻ്റെ കൂടെ ഇരിക്കുന്നേ? ഇവനൊക്കെ കോളേജിൽ നിന്ന് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ടാ അവൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിന് ഇവനൊക്കെ ആരാ മൈൻഡ് ചെയ്യുന്നേ? നാണുണ്ടോടാ നിനക്ക്? എടാ, നീയൊക്കെ ഞാനാ ജീവിക്കുന്നത്. പോയി ചത്തുവിടാ നിനക്ക്. പ്ലീസ്. എടാ സിദ്ധു, അന്നാണ് തരുൺ എൻ്റെ ലൈഫിലേക്ക് ആദ്യമായി വരുന്നത്. എടാ, ഈ ലോകത്ത് 2 തരം ആൾക്കാരുണ്ട്. ഒന്നാമത്തെ തരം ആൾക്കാരുണ്ടല്ലോ, അവരവരുടെ തെറ്റ് മനസ്സിലാക്കി കുറ്റബോധം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കും. ഈ രണ്ടാമത്തെ തരം ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അവരുടെ തെറ്റാണെന്ന് മനസ്സിലായിട്ടും ആ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക്
ദൈവം മാപ്പ് കൊടുക്കത്തില്ല. എടാ, നീ അനുഭവിക്കുന്ന വിഷമമില്ലേ, അത് തന്നെയാണ് നിൻ്റെ ശിക്ഷ. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ലൈഫ് ഹാപ്പി. ആ പാപത്തിൻ്റെ കറ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകുന്നതായിരുന്നില്ല. എനിക്ക് ടൈം ട്രാവൽ ചെയ്യണം, എൻ്റെ സൈനുവിന് വേണ്ടി. ടൈം സ്റ്റോൺ വെച്ച് ഞാൻ ഉണ്ടാക്കിയ വാച്ച് ഞാൻ നിനക്ക് തരാം. പക്ഷേ നീ ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. ടൈം ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മാക്സിമം 1 വർഷം പിന്നിലോട്ട് മാത്രമേ നിനക്ക് പോകാനാവൂ. ടൈം ലൈനിലെ കീ ഇവൻറ്റ്സ് മാറ്റാൻ പറ്റില്ല. ഉദാഹരണത്തിന് നിൻ്റെ കഥയിലെ ആക്സിഡൻറ്റ് സംഭവിച്ച ആൾക്കാരെ മാറ്റാം, പക്ഷേ ഒരു ആക്സിഡൻറ്റ് അവിടെ നടന്നേ പറ്റൂ, അല്ലേ ടൈം ലൈൻ ഡിസ്റപ്റ്റഡ് ആവും. ടൈം ട്രാവൽ ചെയ്ത് മാറ്റങ്ങൾ വരുത്തി ഇതേ വർഷത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ മറ്റൊരു ലോകമാകും നിനക്ക് മുമ്പിൽ ഉണ്ടാവുക. അതായത് നീ ടൈം ലൈനിൽ മാറ്റം വരുത്തിയതിനു ശേഷം തിരിച്ചു 1 വർഷത്തിനിടയിൽ നടന്ന സംഭവങ്ങൾ നിനക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതൊരു ആൾട്ടർനേറ്റ് പാത്തായിരിക്കും. ഇതോടൊപ്പം മുമ്പത്തെ ടൈം ലൈനിൽ നീ പരിചയപ്പെട്ട സുഹൃത്തുക്കൾ നിനക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. എടാ, അതിനിപ്പോൾ എന്തോ? ഞാൻ ആലോചിച്ച് നോക്ക്, ഇവർ പറഞ്ഞതനുസരിച്ച് ഞാൻ തിരിച്ച് ടൈം ട്രാവൽ ചെയ്തിട്ട് പഴയ പോലെ സാധനങ്ങൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ കമ്പനി ആവില്ല. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെ സുഹൃത്തുക്കൾ പോലും ആയിരിക്കില്ല, നമ്മൾ പഴയ പോലെ അപരിചിതരായിരിക്കും. ഈ സംഭവം നടന്നുകൊണ്ട് മാത്രമാണ് നീ എൻ്റെ ലൈഫിലേക്ക് വന്ന് നമ്മൾ സുഹൃത്തുക്കളായത്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതന്നെ ഉണ്ടാവില്ല. വേണ്ട, ശരിയാവില്ല, കുഴപ്പമില്ല. നീയല്ലേ നേരത്തെ ലുവന വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു? ഏയ്, അത് കുഴപ്പമില്ലടാ, ഞാൻ മാനേജ് ചെയ്തോളാം. നീ വെറുതെ എനിക്ക് വേണ്ടിയിട്ട് എന്തുവാ? നീ ഇപ്പോൾ അവളെ പോയി കണ്ടിട്ട് പോവാ, അവളോട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അത് സീനില്ലടാ. എന്നാ പോയി കണ്ടിട്ട് പോവാ കുട്ടാ, പോയി കണ്ടിട്ട് പോവാ. ലുവാ, നിന്നെ എത്ര നേരമായിട്ടാ വിളിക്കുന്നേ? എടീ, ഞാൻ അവൻ്റെ കൂടെ ഒരു ആവശ്യത്തിന് പോയതാ. നിനക്ക് എപ്പോഴും അവൻ്റെ കാര്യം മാത്രമല്ലോ. എത്ര കാലം നമ്മൾ തമ്മിലൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട്? ആ അമ്മ, സിദ്ധുവാണ്. ഡ്രൈവിംഗ് സമയത്ത് തരുവിൻ്റെ അടുത്ത് ഫോൺ തന്നിരുന്നു. അർജൻറ്റാണോ? ഞാൻ അവൻ്റെ അടുത്ത് ഫോൺ കൊടുക്കാം. അവൾ പുറത്ത് പോയതാ, ഞാൻ കൊടുക്കാം. തരുൺ, ഇനി കാര്യത്തിലൂടെ നടക്കാം. ഇതിങ്ങനെ മുന്നോട്ട് പോകാനാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. എടാ, നീ ഒന്ന് മനസ്സിലാക്ക്. എടാ, നിൻ്റെ അമ്മ വിളിച്ചിരുന്നു. എടാ സിദ്ധു, നീ ഒന്നും വിചാരിക്കല്ലേ. അത് കുഴപ്പമില്ലടാ. എടാ, എനിക്ക് പോകണം, അതാണ് എൻ്റെ ശരി. എടാ, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ വിചാരിക്കുന്ന പോലത്തെ ഒരാളേ അല്ല. ഞാൻ ഒരിക്കലും നമ്മുടെ റിലേഷനിൽ ഓണസ്റ്റ് ആയിരുന്നില്ല. നീ ഒന്നുകൂടെ ആലോചിക്ക്. ഐ തിങ്ക് ഐ ഡോണ്ട് ഡിസേർവ് യു. ഹലോ റേച്ചൽ, ഇനി എന്നെ വിളിക്കരുത്, എനിക്ക് സംസാരിക്കണ്ട. നീ എങ്ങോട്ടാ പോന്നേ? എടാ, അത് എനിക്ക് തലയെല്ലാം വേദനിക്കുന്നുണ്ട്. ഞാൻ 2 പേരൻസിൻ്റെ വിളിച്ചിട്ട് വരാം.
സൈനു, ഒന്നുമില്ല. ഉദാഹരണത്തിന് നിന്റെ കഥയിലെ ആക്സിഡന്റ് സംഭവിച്ച ആൾക്കാരെ മാറ്റാം, പക്ഷേ ഒരു ആക്സിഡന്റ് അവിടെ നടന്നേ പറ്റൂ, അല്ലേ ടൈം ലൈൻ സിദ്ധു 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 ഫൈനൽ ഇയർ MBBS ഓടിക്കണ സിദ്ധാർത്ഥേട്ടനല്ലേ? ഇയാളിതാ ഫസ്റ്റ് ഇയർ ആവില്ലേ? ഇടയ്ക്ക് വരാറുണ്ടോ? ഓ, FBയിലിട്ട ടൈം സ്റ്റോറി എന്ന കഥ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വായിച്ചപ്പോൾ നല്ല റിയലിസ്റ്റിക്കായി തോന്നിയിരുന്നു. അപ്പോൾ അതിലെ തരുണിന് പിന്നെ എന്താ സംഭവിച്ചേ? ഞാൻ തരുണിൻ്റെ അടുത്ത് ഇപ്പോൾ കൊടുക്കാം. ഹലോ ഹലോ, സനൂപാണ്. നിങ്ങൾക്ക് റൂൾസ് എല്ലാം കിട്ടിയതല്ലേ? എല്ലാം ഓക്കെ അല്ലേ? ഇല്ല സ്വരൂപായി, ശരിയാവില്ല. മറ്റൊന്നുമല്ല, ഇത് മൂന്നാമത്തെ നിയമം എനിക്ക് തരുണിന് നഷ്ടമാവും. നിനക്ക് റൂൾ നമ്പർ 4 അറിയത്തില്ല. നിന്റെ 2 ടൈം ലൈനിലെയും ഒരു വ്യക്തിയുമായിട്ടുള്ള റൂട്ട് കോസ് സെയിം ആണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും നിലനിൽക്കും. എന്ത്? നീയും തരുണുമായുള്ള ബന്ധം എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. ഒന്നും പറഞ്ഞില്ല. എന്താടാ ഇത്? എന്നാ പിന്നെ മീശ കൂടി എടുക്കായിരുന്നില്ലേ? എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേട്ടാ, പഴത്തിന് എത്രയാ? ഹായ്. ഹായ്. പോസ്റ്റിംഗ് എവിടെയാ ഇപ്പോൾ? എനിക്ക് മനസ്സിലായി, നിനക്ക് എവിടെയാ? എന്താ ഈ നോക്കുന്നത്? എടാ, ഈ വണ്ടിയാണ് എന്നെ മുമ്പ് ഇടിച്ച്. നമുക്കറിയുന്ന ഒരാളുടെ വണ്ടിയാ അത്. അയാളെ കുറിച്ചല്ലാട്ടാ വണ്ടി ഓടിക്കുന്നത്. ചേട്ടാ, അയാളാണ് അവിടെ നേരത്തെ സാധനം മേടിക്കാൻ വന്നത്. സീനു, കഴിഞ്ഞ കുറേ കാലമായിട്ട് അവളാ വണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. 1 വർഷമായിട്ട് നിനക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. അവളുടെ കയ്യിൽ എങ്ങനെയാ വണ്ടി എത്തി എന്ന് നമ്മൾ അന്വേഷിക്കണം. ഇതൊക്കെ നടന്നാണോ? എടാ, കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ നടന്ന ഒന്നും എനിക്ക് ഓർമ്മയില്ല. നീ ആരുടെ അടുത്തുനിന്നാ കാർ മേടിച്ച്? ഈ കാർ എനിക്ക് പപ്പ 6 മാസം മുന്നേ സെക്കൻഡ് കാറ് വാങ്ങിച്ചു തന്നതാ. ഇത് ആരെടുന്നാ വാങ്ങിയത്? മനുപ്രസാദ്. ഒരു ഡ്യൂക്ക് ബൈക്കിലാണ് ആൾ വന്നത്. ഹി വാസ് എൻ എഡ്യൂക്കേറ്റഡ് ഗൈ. ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത. അയാൾ ഒപ്പിടുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. പുള്ളിക്ക് ആൽഫബറ്റ്സ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ എന്തോ വാക്കുകളൊന്നും അങ്ങ് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ഒപ്പിടാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാഴ്ചക്കുറവാണെന്ന് അയാൾ പറഞ്ഞ്. പിന്നീട് ഒരിക്കൽ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിയപ്പോൾ മനസ്സിലായേ പുള്ളിയുടെ ഫോട്ടോസ് ഒന്നും ക്ലിയർ ഉണ്ടായിരുന്നില്ല. സേനു, നീ എങ്ങനെ എൻ്റെ സ്റ്റോറി ഇത്രയും പെട്ടെന്ന് വിശ്വസിച്ചേ? അത് ഈ ലോകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നീ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്?
അത് നമുക്കൊരാളെ കാണാൻ പോകണം. നീ പറഞ്ഞ ആളെവിടെ? ആളിപ്പോൾ വരും. ഇതാണ് എൻ്റെ ഫ്രണ്ട് ജെന്നിഫർ. അല്ല, എന്താ കാണണം പറഞ്ഞു? ഞാനിങ്ങനെ ഈ റോമൻ ഗ്രീക്ക് മിത്തോളജിയെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. ഈ സാറ്റേൺ എന്ന പ്ലാനറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? ഈ റോമൻ മിത്തോളജി അനുസരിച്ച് സാറ്റേണിനെ അവർ സമയത്തിൻ്റെ ദൈവമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാറ്റേൺ എന്ന പ്ലാനറ്റിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഡിസംബർ മാസത്തിലൊക്കെ സാറ്റേണാലിയ എന്നൊരു ആഘോഷം നടത്തി വരാറുണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഫാക്റ്റ് എന്ന് വെച്ചാൽ, കഴിഞ്ഞ സാറ്റേണാലിയയുടെ ദിവസം മുതൽ ഈ ഒരു വർഷത്തേക്ക്, അതായത് ഇക്കഴിഞ്ഞ ഡിസംബർ മുതലുള്ള കാലയളവിൽ ഈ സാറ്റേൺ അപ്രത്യക്ഷമായിരിക്കുകയാണ്. സാറ്റേൺ എന്ന് പറയുന്നത് സമയത്തിൻ്റെ ദൈവമാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ ടൈം ട്രാവലറും സാറ്റേൺ അപ്രത്യക്ഷമായ സംഭവം തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടെന്നാണ്. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ഇതിന് ടൈം ട്രാവൽ പോസിബിളാണ്, ഇതും പോസിബിളാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ആഘോഷ സമയത്ത് വളരെ ഉയർന്ന രീതിയിൽ ജീവിക്കുന്നവരുണ്ടല്ലോ, അതായത് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ ഉയർന്ന രീതിയിൽ ജീവിക്കുന്നവർ, അവർ സാധാരണക്കാരെ പോലെ ജീവിക്കുകയും അതുപോലെ തന്നെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നൊരു സമയമാണിത്. അതെ, ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് വേറെ ഏതെങ്കിലും മിത്തോളജിയിലുള്ളതായിട്ട് അറിയുമോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരാളുണ്ട്. സാറ്റേണിന് നല്ല മുഖമാണെങ്കിൽ ഇയാൾക്ക് നേർ വിപരീത മുഖമാണുള്ളത്. അങ്ങനെ ഒരാൾ ഗ്രീക്ക് മിത്തോളജിയിലുണ്ട്. ക്രോണസ്. എടാ അവൻ കുറുക്കനടാ, കോഴിയാടാ. എടാ അവൻ 4 മാസം മുമ്പേ ക്രിക്കറ്റ് കളി തോറ്റേൻ്റെ വിഷമാ. എന്തേ 4 മാസം മുമ്പ്? എടാ 4 മാസം മുന്നെയാണ്, നമുക്ക് ഓർമ്മയില്ല. എന്താണ് കാണിക്കുന്നത്? അവൻ ഔട്ടാക്കാരുന്നില്ലേ? ഞാൻ അങ്ങോട്ടൊന്ന് നോക്ക്. അടുത്തത് അവനിറങ്ങിയ പിന്നെ ഓരോ ബോളും കണ്ടത്തിൻ്റെ അപ്പുറത്ത് നോക്കിയാൽ മതി. ഇതെന്തും ശരിയാവുന്നില്ലല്ലോ. അവിടെ ബോളിങ് ഇച്ചിരി സീനാ, കുറച്ച് ടഫാ. എന്ത് ചെയ്യാം? നീ ഉണ്ടല്ലോ ബോൾ നോക്ക്, കേക്ക് ബോൾ നോക്ക്, കണ്ണു പൂട്ടി വീശാതെ നീ ചുറ്റുള്ളൊക്കെ നോക്കുക നന്നായിട്ട്. എന്നിട്ട് ബോൾ നോക്കിയിട്ട് അടിച്ചോ. ആയിക്കോട്ടെ, ഓക്കെ. കേക്ക് ബോൾ നോക്ക്, കണ്ണു പൂട്ടി വീശാതെ നീ ചുറ്റുള്ളൊക്കെ നോക്കുക നന്നായിട്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, അയാൾ സേനുവിൻ്റെ അടുത്ത് പറഞ്ഞ അതിലൊരു പ്രശ്നമുണ്ട്. അയാളെന്ന് പറഞ്ഞത് അയാൾക്ക് ആൽഫബറ്റ്സ് വായിക്കാൻ പറ്റും, പക്ഷെ ആൽഫബറ്റ്സ് വേർഡ്സ് വായിക്കാൻ പറ്റില്ലെന്ന്. ഒരിക്കലും കാഴ്ച കുറവുള്ളവർക്ക് അങ്ങനത്തെ ഒരു അസുഖം വരില്ല. അയാൾക്ക് ആൽഫബറ്റ്സ് പോലും വായിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇത്ര ഒന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾക്ക് ഒരു ഒപ്പിടാൻ പോലുള്ള വിവരമില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺബിലീവബിൾ. അയാളുടെ അസുഖത്തെ പറ്റി നമ്മളുടെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാളുടെ അസുഖം തന്നെയാണ് അയാൾക്ക് ഇളക്കി. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എടാ, നമ്മൾ ഈ പസിൽ സോൾവ് ചെയ്യുന്നതിൻ്റെ വളരെ അടുത്തെത്തിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, നമ്മുടെ പെരൈറ്റ് ലോബിൽ തലച്ചോറിൽ ബ്ലീഡ് വന്നു വിചാരിക്കാം, അതായത് എമറേജ്. ആ സമയത്ത് കാണുന്ന ഫൈൻഡിങ്സ് എന്താണെന്ന് നീ വായിച്ച ഓർമ്മയുണ്ടോ? ആൾക്കൊരു പക്ഷേ അലക്സി വരാം, അതായത് ആൾക്ക് വാക്കുകൾ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ആൾക്ക് ആൽഫബറ്റ്സ് വായിക്കാൻ പറ്റിയേക്കാം, പക്ഷേ ആൽഫബറ്റ്സ് വേർഡ്സ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അയാൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അതായത് അഗ്രാഫി ഉണ്ടായേക്കാം. ഈ രണ്ടും സേനു പറഞ്ഞ കഥയിൽ അയാൾക്ക് ഉണ്ടായിരുന്നതാണ്. ഇങ്ങനത്തെ ഫീച്ചേഴ്സ് മാത്രമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് വരാൻ ഒരു പ്രോബിലിറ്റി കുറവാണ്, ബട്ട് സ്റ്റിൽ ദെയർ ഇസ് എ പ്രോബിലിറ്റി.
അന്നത്തെ ദിവസം എന്നെ ഇടിച്ച ശേഷം ആ കാറ് ഒരു പോസ്റ്റിൽ പോയി ഇടിച്ചു എന്നാണ് CCTV ദൃശ്യങ്ങളും അത് കണ്ടവരും പറഞ്ഞത്. അതായത് അങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇങ്ങനത്തെ ഒരു ബ്ലീഡോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് ഇങ്ങനത്തെ ഫീച്ചേഴ്സും ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമ്മളയാൾക്ക് എത്തരുത്, അതിനുവേണ്ടി അയാൾക്ക് ലൊക്കേഷൻ മറച്ചു വെച്ചേ പറ്റൂ. അതിനുവേണ്ടി അയാൾ കളിച്ചൊരു കളിയത്. അയാളുടെ കാറ് എന്തിന് സീനുവിന് കൊടുത്തു എന്നുള്ളത് സ്റ്റിൽ വി ഡോണ്ട് നോ. ഒരാളെ നിക്നെയിം എടുപ്പോൾ അയാളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങളെ ആയിരിക്കില്ലേ അയാൾ പേരിടുക. ഇത്രയും കാലം നോർമലായി ജീവിച്ചിരുന്ന ഒരാൾക്ക് അലക്സിയ എന്നൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ തന്നെ ആയിരിക്കില്ലേ അയാളെ സ്വാധീനിച്ചിട്ടുണ്ടാവുക. എന്താടാ പറഞ്ഞുകൊണ്ട് വരുന്നത്? നമ്മൾ തോമസിനെ അറിയുന്നത് കുറുക്കൻ എന്ന പേരിലല്ലേ, അതുപോലെ ഇയാളും അറിയുന്നത് വേറൊരു പേരിലാണെങ്കിലും അത്രയും അയാൾ നമ്മൾ പേടിക്കണ്ടെങ്കിൽ നമുക്ക് അയാളെ അറിയാമെന്നല്ല അർത്ഥം. എനിക്കിതാരായെന്ന് തോന്നുന്നത്. അങ്ങനെ ചോദിച്ചാൽ വി ഡോണ്ട് നോ. കളിച്ചത് പവന మద్రాసు నొప్పి వీరవెద నడుస్తుంది వీడు వచ్చాడు గడ్డ మీడికి రాక్షసుల పలుకగానే రక్తంతో రాసే వారసులో దిక్కులు మార్చిన దూరానికి నీ పేరు చలు ఒక సిగ్నల్లే చూస్తే చిడిపోతుంది దూరం లేదు భయం. ഗുണ്ട ബിജുവിൻ്റെ അടുത്ത് അടുത്ത വളവിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സേനുവിനോടും ലൂവിനോടും ആ കാറിൻ്റെ ഡോക്യുമെൻറ്റ്സ് കിട്ടിയ അഡ്രസ്സിൽ ഞാനൊന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തെക്കേപ്പറമ്പിൽ മനുവിൻ്റെ വീട് എവിടെയാ? അതിവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഒരു വീട് കാണാം, ചെറിയ റബ്ബർ തോട്ടമൊക്കെ ആയിട്ട്. ആ വീടാ. ആരോരും അറിയാൻ നാളിത്ത് ആരോരും ജയിക്കാവൂരിത്തു സുൽത്താൻ എന്നും ഭയമാണിവിടം സാത്താൻ സാത്താൻ സാർ കുറച്ച് ഡേഞ്ചറസ് അറിയാം, അതുകൊണ്ട് കുറച്ച് പിള്ളേരെ കൂട്ടിയിട്ട് എത്തണമെന്ന്. നിങ്ങൾക്ക് എന്താണ് എന്നെ പറ്റി വിചാരിച്ചത് നായ്ക്കളെ? వీరవెద నడుస్తుంది వీడు వచ్చాడు గడ్డ మీడికి రాక్షసుల పలుకగానే రక్తంతో రాసే వారసులో దిక్కులు మార్చిన దూరానికి నీ పేరు చలు ఒక సిగ్నల్లే చూస్తే చిడిపోతుంది భూమిని నదక దూరం లేదు భయంకి. నేత్రాలు వెడిచి విసిరిన ఘోరం అగ్నిపథం మీద నడిచే వీరం రక్తంతో రాయబడి రాసన చరిత్ర ఇక ప్రతి క్షణం ఒక గడ్డ కథ. వీరవెద నడుస్తుంది వీడు వచ్చాడు గడ్డ మీదికి రాక్షసుల పలుకగానే రక్తంతో రాసే వారసులు. ഇവരുമായിട്ട് എനിക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇവർക്കൊരു പ്രശ്നം വന്നാൽ ഈ തോമസ് ഉണ്ടാവും കൂടെ. നീ എന്തിനാണ് അതൊക്കെ ഒപ്പിച്ചേ? ആര് പറയണ്ട നീ ഒക്കെ ചെയ്തേ? എന്താണ് കിണിക്കണത്? പറയടാ. ഇത്രയൊക്കെ ചെയ്ത് വെച്ച് എനിക്കാണ് ഇവിടുന്ന് രക്ഷപ്പെടാൻ പാട്. എടാ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, നീ പോയി നോക്കിയിട്ട് വാ. അവൻ ഇനി വരാനും പോകുന്നില്ല, നിങ്ങളാരും ഇവിടുന്ന് രക്ഷപ്പെടാനും പോകുന്നില്ല. ഹലോ, ആ സൈനു പറ. എടാ നമുക്ക് ആളെ കിട്ടി. നമുക്ക് ഓൾറെഡി ആള് കിട്ടിയല്ലോ. ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ. എന്ത് ഒരാളോ? ഇതാ
ഒരു മിനിറ്റ്. എടാ, മനുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അയാൾക്ക് ഫോൺ കൊടുക്കാമേ. മനു കുറച്ച് ദിവസം വീടും സ്ഥലത്ത് നിൽക്കാനുള്ള ഏർപ്പാട്. ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നമ്മൾ ഉടനെ തന്നെ കാണുമെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്നുള്ളൊരു വലിയ സംശയം നിനക്കുണ്ടാവും. ഞാനും മനുവും കൂടെ ചേർന്നാണ് ടൈം മെഷീൻ കണ്ടുപിടിച്ചത്. അപ്പോഴാണ് മനുവിനൊരു ഓഫർ വന്നത്. എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇന്നലൊരു കോൾ വന്നിരുന്നു. ഹലോ, സ്വരൂപ് അല്ലേ? ഞാൻ നിങ്ങളെ ടൈം മെഷീനെ കുറിച്ച് കേട്ടിരുന്നു. ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ആ ടൈം മെഷീൻ്റെ പ്രൊജക്റ്റിലേക്ക് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഒരു $100 മില്യൺ ഞങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങളത് ആരെങ്കിലും ഒരാളിൽ കൃത്യമായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് കാണിക്കണം. എടാ, നീ ഒന്ന് അവനെ നോക്കിക്കേ. അവൻ ഓരോ ദിവസവും ഓരോരുത്തരുടെ കൂടെ ഇരിക്കുന്നേ. എന്താണ് ഒരു മൈൻഡ് ഇല്ലല്ലോ? ഓ, നിനക്കിപ്പോൾ ഞങ്ങളൊന്നും വേണ്ടല്ലോ, സെയിനൂനെ മതിയല്ലോ. എന്താ അങ്ങനെ ഒരു ടോക്ക്? അങ്ങനെ തന്നെയല്ലേ? ഞാൻ ഇന്നലെ വീഡിയോ കോൾ ചെയ്തിരുന്നു, എടുത്തില്ല. നമുക്ക് അവനെ വെച്ചൊരു പ്ലാൻ ചെയ്യാം. എന്താ പ്ലാൻ? അധ്യായം 1, ഇൻസ്പെക്ഷൻ. അന്നു മുതൽ ഞാൻ നിന്നെ നിരീക്ഷിക്കുകയായിരുന്നു. പെൺകുട്ടികളാണ് നിന്റെ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കിയ ഞാൻ നിന്നെ എൻ്റെ ട്രാപ്പിലാക്കി. അധ്യായം 2, എക്സിക്യൂഷൻ. ആടാ, അവനിവിടുന്ന് എണീറ്റ് പോയിട്ടുണ്ട്. യു ക്യാരി ഓൺ. നിന്നെ ഞാൻ ഫോൺ വിളിച്ച് വരുതിയിലാക്കിയ സമയം കൊണ്ട് മനു ആ കാർ ആക്സിഡൻറ്റ് നടപ്പിലാക്കി. യെസ്, ഇറ്റ് വാസ് എ പ്ലാൻ കാർ ആക്സിഡൻറ്റ്. അധ്യായം 3. ഞങ്ങൾ അറിയാതെ ആ കാറ് നിന്റെ ഗേൾ ഫ്രണ്ടിൻ്റെ പപ്പായ്ക്ക് വിറ്റുപോയി. ആ ഒരു ചെറിയ ക്ലൂ വെച്ച് നീ ഇവിടെ വരെ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. തരുണേ നീക്കടാ. അവര് നമ്മൾ വിചാരിച്ച പോലെയല്ല, എല്ലാം പ്ലാൻ ചെയ്തിട്ടാ. എനിക്കിതൊക്കെ അറിയായിരുന്നടാ. നീ ആരാണ്? നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് വന്നേ? ഈ ലോകത്തിൻ്റെ ടൈം ലൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതെൻ്റെ കർത്തവ്യം. പക്ഷേ ചിലരെ അതിനെ മാറ്റിമറിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് അന്വേഷിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. നൗ ഐ ഫൗണ്ട് ദ ട്രൂത്ത്. നശിപ്പിച്ചു. എടാ, തരുണിനെ കുറിച്ച് എല്ലാവരും മറന്ന പോലെ ലുവേനെ കുറിച്ച് നമ്മൾക്കല്ലാതെ മറ്റാർക്കും ഒരു ഓർമ്മയില്ല. ശരിക്കും ആരായിരുന്നു ലുവ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. Era grande monsieur, non li mi facilitare in maniera. Senti a Diungu, all'ingmesus, omnibus esse. എൻ്റെ ഈ ടൈം മെഷീൻ പ്രൊജക്ട് നശിപ്പിച്ചുകൊണ്ട് നിനക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നിന്നെപ്പോലെ ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തണമെങ്കിൽ ഞാൻ ആരാണെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഞാൻ ആരാണ്? ഇതോടെ എല്ലാം കഴിഞ്ഞോന്നാണോ നിന്റെ വിചാരം? അറിയില്ല. ടൈം മെഷീൻ വാങ്ങാൻ വന്നത് ആരാന്ന് നിനക്കറിയോ? ദൈവങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദ വേൾഡ് വിച്ച് വാസ് റൂൾഡ് ബൈ എ ടൈറ്റൻ. പിന്നീട് അദ്ദേഹവും ദൈവങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായി. അവരെയെല്ലാം അയാൾ ഒറ്റയ്ക്ക് നേരിട്ടു. വളരെ കഷ്ടപ്പെട്ടാണ് ഗോഡ്സ് എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിൽ നിന്ന് അധികാരം തിരിച്ചു പിടിച്ചത്. വർഷങ്ങൾക്കിപ്പുറം
ടൈം മെഷീൻ അന്വേഷിച്ച് അയാൾ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തിനാണെന്ന് ഉറപ്പാണ്. ഭൂതകാലത്ത് നഷ്ടപ്പെട്ടു പോയ തൻ്റെ സാമ്രാജ്യം വീണ്ടെടുക്കാൻ. ഈ കാൻ ബി ഡിഫൈറ്റഡ്. ഇന്ന് പുതിയ രൂപത്തിൽ പുതിയൊരു വേഷത്തിൽ അയാൾ ഇവിടെ തന്നെ ഉണ്ടാവും. ദ വൺ ആൻഡ് ഓൺലി ക്രോണസ്. ha 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 ha